നമസ്കാരം, ഞാൻ നിങ്ങളുടെ നിയാസ് ബക്കറാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്ത് നെല്ലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പീസ് വാലിയിലാണ്. പീസ് വാലിയെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പീസ് വാലിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് പീസ് വാലിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി നല്ല മനുഷ്യരുണ്ട്. അതിലൊരാളായിട്ടുള്ള സാബിത്ത് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. സാബിത്തിനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സാബിത്ത് ഭായ്, എന്തായാലും ഒരു ജസ്റ്റ് ഒന്ന് പീസ് വാലിയെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡ്യൂസിങ് ഒന്ന് ചെയ്താൽ നന്നായി. പീസ് വാലി വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 1000-ഓളം മനുഷ്യർക്ക് അഭയം നൽകിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നെല്ലിക്കുഴിയിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ പാലിയേറ്റീവ് കെയർ, ഡയാലിസിസ്, ആരോരും ഏറ്റെടുക്കാനില്ലാത്ത കിടപ്പ് രോഗികളായിട്ടുള്ള മനുഷ്യർ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ, മാനസിക രോഗികൾ, ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാർ, അത്തരത്തിൽ വ്യത്യസ്ത പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് നിലവിൽ പീസ് വാലിയിലുള്ളത്. കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂരൊക്കെയുള്ള മരവ്യവസായികളുടെ ഒരു കൂട്ടായ്മയാണ് പീസ് വാലിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന കുറെ മനുഷ്യരായിട്ടുള്ള ദൈവങ്ങളാണ്. ഇവിടെ എല്ലാ മതസ്ഥർക്കും ഒരേപോലെ സ്വീകാര്യതയുള്ള ഒരു സ്ഥലമാണ്. ജാതി മത ഇതിനൊക്കെ അപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയിലാണ് അവര് കൂട്ടായിട്ട് വരുന്നത്. ഞാനും ഇവിടെ എത്തിപ്പെടാൻ ഇത്തിരി വൈകി. ഞാൻ ഈ വീഡിയോ ഇപ്പൊ പറയുന്നത് വേറൊന്നല്ല, ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. ഇവരാരോടൊന്നും ആവശ്യപ്പെടാറില്ല. നിങ്ങളൊന്ന് വരൂ, എല്ലാവരും ഒന്ന് സന്ദർശിക്കുന്നു മാത്രമാണ് അവർ പറയാറ്. വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു പ്രയാസമാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്നുള്ളൊരു പ്രയാസം എൻ്റെ ഉള്ളിൽ ഉണ്ട്. നിങ്ങളും ഇവിടെ സന്ദർശിക്കേണ്ട സ്ഥലമാണ്, കുടുംബമായിട്ട് വരേണ്ടതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഇത്തരം കാഴ്ചകൾ വളരെ അനിവാര്യമാണ്. ഇതുപോലെ ആരും സഹായിക്കാനില്ലാത്ത, സ്വന്തം ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ചിന്തയിൽ പോലും ഒന്നും വരാത്ത ഒരുപാട് പാവപ്പെട്ട ദയനീയമായ മനുഷ്യർ ഇവിടെ ഉണ്ട്. നിങ്ങളൊക്കെ കഴിയാവുന്ന ആളുകൾ, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആർട്ടിസ്റ്റുകൾ നിർബന്ധമായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ്. ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇനി വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വരണം. എൻ്റെ സഹപ്രവർത്തകരോടുകൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, വേറെ ആർക്കും വേണ്ടിയല്ല, നമ്മുടെ സ്വയം തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒന്ന് വന്നു പോകണം. ഓക്കെ, താങ്ക് യു.